ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു കുറ്റാരോപണം വന്നു കഴിഞ്ഞാൽ അവിടെ ഫെയർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകുക. ആർട്ടിക്കിൾ 14 എല്ലാവർക്കും സമത്വം നിയമത്തിൻ്റെ മുൻപിൽ വിഭാവനം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആരാണ് ആദ്യം കംപ്ലൈൻറ്റ് ചെയ്തത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഇപ്പോൾ പുതിയ വേർഷൻ കേൾക്കുന്നത് മേയറായിരുന്നു ആദ്യം പോലീസിനെ വിളിച്ചു വരുത്തിയത്, അതുകൊണ്ട് അവരുടെയാണ് ആദ്യത്തെ കംപ്ലൈൻറ്റ് എന്നുള്ളതാണ്. ആരാദ്യം കംപ്ലൈൻറ്റ് കൊടുത്താലും ഇനി അങ്ങനെയാണെങ്കിൽ കൂടിയും ഒരു വിഷയത്തെക്കുറിച്ച് 2 വേർഷൻ വരുമ്പോൾ 2 പരാതികൾ അതിൽ നിന്ന് ഉയർന്നു വരികയാണ് എങ്കിൽ ഏറ്റവും ഫെയറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഫാക്ട്സ് അസർട്ടൈൻ ചെയ്യണം. ഇവിടെ ഈ യദു എന്ന പേരായിട്ടുള്ള ഡ്രൈവറാണ് ഇവിടെ കുറ്റാരോപിതനായി നിൽക്കുന്നത്. അറ്റ് ദ സെയിം ടൈം അദ്ദേഹം ഉന്നയിക്കുന്നത് വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിനകത്ത് നിയമപരതയും മനസ്സിലാക്കി കഴിഞ്ഞു. ഇത്തരത്തിൽ വണ്ടി തടയുക, ട്രാഫിക് നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് സീബ്ര ക്രോസിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്ത് തടയുക, സൈഡ് തെറ്റി കടന്നു വന്ന് ഓവർടേക്ക് ചെയ്യുക എന്ന് മാത്രമല്ല ക്രിമിനൽ ഇൻറ്റിമിഡേഷനും സംഭവിച്ചിട്ടില്ലേ? യാത്രക്കാരൻ്റെ കയ്യിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങി ദൃശ്യം ഡിലീറ്റ് ചെയ്യുക, റീസൈക്കിൾ ബിന്നിൽ നിന്ന് പോലും ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് വ്യക്തമാകുന്നത്? ഞങ്ങൾക്ക് പ്രതികൂലമായി എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അത് ജനം അറിയരുത്, പോലീസ് അറിയരുത്, നാളെ ഒരു വിഷയം വരികയാണെങ്കിൽ അവർ സംരക്ഷിക്കപ്പെടണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. പിന്നെ ഇവിടെ മേയർ മാത്രമല്ല, ഇവിടെ MLAയും ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ നിയമത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തിട്ടില്ലേ? നിയമസഭാ സാമാജികനോ കോർപ്പറേഷൻ സാമാജികയോ ഒക്കെ ആണെങ്കിലും അവർ സർക്കാർ അല്ലല്ലോ ശ്രീവിനു. ഇവരൊക്കെ ജനപ്രതിനിധികളാണ്. ഒരു പാർലമെൻ്ററി വ്യവസ്ഥയുടെ ഏറ്റവും മൗലികമായിട്ടുള്ള ഒരു സങ്കല്പനമാണ് സർക്കാരും ജനപ്രതിനിധികളും രണ്ടും രണ്ടാണ്. ഈ സച്ചിൻ ദേവ് എന്ന് പറയുന്ന നിയമസഭാ സാമാജികൻ നിയമനിർമ്മാണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിയമസഭയിലിരിക്കുന്നത്. സർക്കാരിന് വിനിയോഗിക്കാൻ കഴിയുന്ന, മോട്ടോർ വാഹന വകുപ്പിന് വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു അധികാരവും അദ്ദേഹത്തിനില്ല എന്നിരിക്കെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി അല്ലായിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുദ്ദേശത്തിലാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ട് KSRTC ബസ്സിൽ കടന്നു കയറി അദ്ദേഹത്തിന് ഇറ്റ്സ് ക്രിമിനൽ ട്രസ്പാസ് അല്ലേ? പിന്നെ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ അല്ലേ? പാസഞ്ചേഴ്സിൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ദൃശ്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ എന്ത് അവകാശം, എന്ത് അധികാരം, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനൊരു ആവശ്യം ഉയർത്തി? പിന്നെ പാവപ്പെട്ട പാസഞ്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസത്തിൻ്റെ ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തു പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഇത്ര പ്രബലനായിട്ടുള്ള മേയറും ഭർത്താവും വന്ന് കയറി ഇത്തരത്തിൽ ഭീഷണി മുഴക്കുന്നത്. അവർ പരാജയപ്പെട്ടു പോയിരിക്കാം, അവർക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞെന്നിരിക്കില്ല. പക്ഷേ ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് പല തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസ് ഇവരുടെ 2 പേരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ നഗ്ന നേതൃത്വത്തിന് മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. ഇത് ഇൻറ്റിമിഡേഷനുണ്ട്, ട്രസ്പാസ് ഉണ്ട്. വാഹനത്തിൽ ടിക്കറ്റ് എടുക്കാതെ ഒരു വ്യക്തി കടന്നു കയറി പാസഞ്ചേഴ്സിനെ ഒഴിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്ത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പിന്നെ എന്ത് ക്രിമിനൽ കുറ്റമാണ് ഇവർ തടഞ്ഞത്? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോപണം എന്നത് വൃത്തികെട്ട എന്തോ ചേഷ്ട കാണിച്ചു എന്നുള്ളതാണ്. ആ കുറ്റകൃത്യം സംഭവിച്ചു കഴിഞ്ഞില്ലേ? അത് സംബന്ധിച്ച് വസ്തുതാപരമായിട്ട് അന്വേഷണം നടക്കട്ടെ. പക്ഷേ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് കുറ്റകൃത്യം തടയപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്? ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു ആരോപണം വരികയുണ്ടായി. ലഹരി അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് മെഡിക്കൽ പരിശോധനയിൽ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആരാണ് ലഹരി ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഇവിടെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, അധികാരത്തിൻ്റെ ലഹരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ അധികാരത്തിൻ്റെ തങ്ങൾ ബാക്കിയുള്ളവരെക്കാട്ടിലും 10 പടി മുൻപിലാണ് എന്നുള്ള ആ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇത്തരത്തിലൊരു സംഭവം, ഒരു ക്ലാഷ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ CCTV ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായത്? പോലീസിനെന്താ സാമാന്യ ബോധമില്ലേ? ഒരു ബസ്സിനകത്ത് അവിടെ CCTV ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നിരിക്കെ ഇത് കസ്റ്റഡിയിലെടുക്കേണ്ടതും ഇത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടുന്നതും പോലീസിൻ്റെ ഉത്തരവാദിത്വമല്ലേ? ഇത് സീൻ ഓഫ് ക്രൈം അല്ലേ? ചേഷ്ട കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ബസ്സിനകത്തിരുന്നല്ലേ ഡ്രൈവർ കാണിച്ചത്? ആ സീൻ ഓഫ് ക്രൈമിൽ അവിടെ ഒരു സർവെയിലൻസ് ക്യാമറ ഉണ്ടെങ്കിൽ ആ സർവെയിലൻസ് ക്യാമറയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താതെ ആദ്യം ഡ്രൈവറെ ആ വാഹനത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുക, പിന്നെ ട്രിപ്പ് അടിക്കുവാൻ വേണ്ടി വാഹനം അങ്ങ് വിട്ടുകൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ ഇന്നസെൻ്റ് ആണ് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നിയേക്കാം. പക്ഷേ മൈൻഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഈ മെമ്മറി കാർഡ് അവിടെ നിന്ന് നഷ്ടപ്പെടുവാനുള്ള വഴിയൊരുക്കിയാണ് പോലീസ് ചെയ്തത്. കേരള പോലീസ് ഒരു തരത്തിലും ആരുടെയും മുൻപിൽ ഇൻഫീരിയർ ആയിട്ടുള്ളതല്ല. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പോലീസ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ ഇതവർ ചിന്തിച്ചില്ല, ഇതവർ മനസ്സിലാക്കിയില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്ത് പ്രേരക ശക്തിയാണ് ഉണ്ടായിരിക്കുക? അല്ല, ഇനിയെങ്കിലും വൈകിയ വേളയിലെങ്കിലും
ഈ മെമ്മറി കാർഡ് പ്രൊട്ടക്റ്റ് ചെയ്യുവാനുള്ള, അത് ക്ലെയിം ചെയ്യുവാനുള്ള, കസ്റ്റഡിയിൽ എടുക്കുവാനുള്ള വ്യഗ്രത അവർ കാണിക്കണം. കാരണം ഇത് നടന്നിരിക്കുന്നത് തെഫ്റ്റാണ്. KSRTC ബസ്സിൽ നിന്നും നടന്നിരിക്കുന്നത് തെഫ്റ്റാണ്. ഇനി ആ മെമ്മറി കാർഡ് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം അതൊരു ഗുരുതരമായിട്ടുള്ള ഒഫൻസാണ്. ഒഫൻസ് ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഒഫൻസ് തടയുകയല്ല, ഇവരുടെ അലക്ഷ്യം മൂലം ഒഫൻസ് ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ ചെയ്ത തെറ്റ് അതൊരു യഥാർത്ഥത്തിലൊരു തെറ്റ് അവരറിയാതെ സംഭവിച്ചതാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന് കണ്ടു മനസ്സിലാക്കിയത് റീക്ലെയിം ചെയ്യുക, മെമ്മറി കാർഡ് റീക്ലെയിം ചെയ്യുക എന്നുള്ള വളരെ വലിയ നിയമപരമായിട്ടുള്ളൊരു ഉത്തരവാദിത്വമാണ് അവരിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. പക്ഷേ അവരുടെ അറിവോടുകൂടി സമ്മതത്തോടുകൂടി അവരുടെ എല്ലാവിധ അനുഗ്രഹ വായ്പകളോടും കൂടിയാണ് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതെങ്കിൽ ഇനി നാളെ ഡ്രൈവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും കണ്ടക്ടർ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും നമുക്ക് കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല. കാരണം ഫെയർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഭരണഘടനാ ദത്തമായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ 21-ാം വകുപ്പ് കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു അവകാശം, ആ അവകാശമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. മേയറായാലും സാധാരണ മനുഷ്യനായാലും ഭരണഘടനയുടെ 14-ാം വകുപ്പ് അനുസരിച്ച് എല്ലാവരും നിയമത്തിൽ തുല്യരാണ്. മേയർക്ക് കൊമ്പില്ല നിയമത്തിൽ. ഒരു 2 ക്ലെയിം വന്നിരിക്കുകയാണ്. ഈ ഡ്രൈവർ ഒരു ചേഷ്ട കാണിച്ചു നിയമവിരുദ്ധമായിട്ടുള്ളത്, എന്നാൽ ഡ്രൈവറെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു, പാസഞ്ചറിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങിച്ച് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു, വണ്ടിയിലേക്ക് വാഹനത്തിനുള്ളിലേക്ക് അനുവാദമില്ലാതെ കടന്നു കയറി. ആരാണ് ഈ വാഹനത്തിൻ്റെ കസ്റ്റോഡിയൻ? അവിടെയുള്ള ഔദ്യോഗികമായി അവിടെ ഡിപ്ലോയ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരല്ലേ? എന്നിരിക്കെ എങ്ങനെയാണ്, എന്തടിസ്ഥാനത്തിലാണ് അവിടെ MLAക്ക് കടന്നു കയറാൻ കഴിയുന്നത്? ഏത് അധികാരമാണ് MLAക്ക് കരണീയമായിട്ടുള്ളത് അല്ലെങ്കിൽ വിനിയോഗിക്കുവാൻ അവിടെ കഴിയുന്നത്? അപ്പോൾ ഇവിടെ ഒരു ഡിസ്പ്യൂട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് 2 കംപ്ലയിൻറ്റ് ഉയരുമ്പോൾ ആ കംപ്ലയിൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ സത്യമെന്ത് എന്ന് അസർട്ടൈൻ ചെയ്യുന്നതിന് പകരം മേയർ പ്രഖ്യാപിച്ചതാണ് സത്യമെന്ന് പോലീസ് ആ വേർഷൻ്റെ പുറകെ മാത്രമാണ് പോലീസ് പോകുന്നതെങ്കിൽ ഒരു ശക്തിഹീനനായ ഒരു ദൈനംദിന തൊഴിലാളിയായ ഒരു ഡെയിലി വേജ് ലേബറായിട്ടുള്ള ഒരു ഡ്രൈവറുടെ ശബ്ദത്തിന് പോലീസ് അത് ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിന് പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നിയമവ്യവസ്ഥ എത്രത്തോളം ഒരു ബനാന റിപ്പബ്ലിക്കായി നാം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. വൈകിയ വേളയിലെങ്കിലും എന്തെങ്കിലും നടപടി എടുക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അറിഞ്ഞത് പ്രകാരം KSRTC അദ്ദേഹത്തിനെ ഇതുവരെ കുറ്റക്കാരനെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അത്ര തന്നെ ആശ്വാസം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ 182-ാം വകുപ്പ് പ്രകാരം തെറ്റാണ് എന്ന് പൂർണ്ണമായ ബോധ്യത്തോടുകൂടി ഇങ്ങനെ ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി ഒരു ആരോപണം നടത്തി ഒരു FIR രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ പണിഷബിൾ ഒഫൻസ്. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ബോധ്യം ഉണ്ടായിട്ട് കൂടി FIR ഇട്ടിട്ടുണ്ടെങ്കിൽ 211-ാം വകുപ്പ് പ്രകാരം അതും ഒരു പണിഷബിൾ ഒഫൻസാണ്. പോലീസുകാർക്കെതിരെ വരെയും കേസെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ 2 പരാതികൾ കിട്ടിയിട്ട് അതിൽ അധികാരത്തിലിരിക്കുന്ന വ്യക്തിയുടെ മാത്രം പരാതി കേട്ട് നടപടിയെടുക്കുവാൻ പോയ ഈ പോലീസുകാരെ, അല്ലെങ്കിൽ ഒരു പക്ഷേ അവരുടെ പോലീസ് അധികാരികളെ ഓർത്ത് അവർക്ക് പേടിയുണ്ടാകാം, അല്ലെങ്കിൽ ഭരണചക്രം നിയന്ത്രിക്കുന്നവരെ അവർക്ക് പേടിയുണ്ടാകാം. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് കുറേ കാലമായി വളരെ ക്രമമായി പോലീസിനെ പോലെ ഒരു സമൂഹത്തിൻ്റെ നട്ടല്ലായി നിൽക്കേണ്ട ഒരു ഫോഴ്സിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയും അതിൻ്റെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത ക്രമേണ അത് നശിപ്പിച്ചില്ലാതാക്കുകയും സമൂഹത്തിൽ അരാജകത്വത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോലീസിൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ട് MLA പത്രപ്രവർത്തകരുടെ മുമ്പിലൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, MLA ആണ് ട്രസ്പാസ് നടത്തിയത്, MLA ആണ് ബസ്സിനകത്ത് കയറിയത്, MLA ആണ് ഭീഷണിപ്പെടുത്തി സീൻസ് ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ MLAയുടെ മുൻപിൽ ഉന്നയിക്കപ്പെടുന്ന ക്രിമിനാലിറ്റിക്ക് മറുപടിയില്ല എന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ട് തന്നെയാകാം, അല്ലെങ്കിൽ ഇത്ര പ്രബലനായ ഒരു ജനപ്രതിനിധി എന്തുകൊണ്ട് ഇന്ന് മാധ്യമങ്ങളെ ഭയക്കുന്നു അല്ലെങ്കിൽ ജനമധ്യത്തിലേക്ക് വരുന്നില്ല? പിന്നെ ഈ മേയർ എന്ന് പറയുന്ന വ്യക്തി സ്ത്രീകൾക്ക് നിയമം അനുവദിച്ചിരിക്കുന്ന പ്രത്യേക പരിരക്ഷകൾ, ആ പരിരക്ഷകൾ ദുരുപയോഗം ചെയ്യുകയായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഇതുപോലെ ഒരു സാഹചര്യത്തിൽ മറ്റേതൊരു സ്ത്രീയും അവർ പ്രതികരിക്കുവാൻ അവർ 2 തവണ ചിന്തിക്കും. കാരണം ഇത്തരത്തിൽ അത് ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു സാഹചര്യവും വകുപ്പുമാണല്ലോ. അപ്പോൾ ഇനി ബാക്കിയുള്ള സ്ത്രീകൾക്കോടുൾപ്പെടെ ചെയ്യുന്ന ഒരു വലിയ ദ്രോഹം തന്നെയാണ് ഇത്തരത്തിൽ നിയമം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന പ്രൊവിഷൻസ് ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രീസിഡൻ്റാണ് തന്നെ അത് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ബസ്സിലെ പാസഞ്ചേഴ്സ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, അവർ എങ്ങനെയാണ് അവിടെ ആജ്ഞയ്ക്കനുസരിച്ച് ഇറങ്ങിപ്പോയി എന്ന് ചോദിച്ചല്ലോ വിനു. അതിനൊരു എക്സ്പ്ലനേഷൻ പറയാനുള്ളത്, ഈ മാർട്ടിൻ സെലിഗ്മാൻ എന്ന് പറയുന്ന അമേരിക്കൻ
സൈക്കോളജിസ്റ്റ് ലേണഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയുണ്ടായിട്ടുണ്ട്. അതായത് പഠിപ്പിക്കപ്പെട്ട നിസ്സഹായ അവസ്ഥ. നിങ്ങളൊരു നായയെ കെട്ടിയിട്ടിട്ട് ആ ചരടിൻ്റെ ദൂരത്തിനപ്പുറത്ത് ഭക്ഷണം വെക്കുകയാണ് എന്നും, അതിന് ആ ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് വരാൻ കഴിയില്ല. ആത്യന്തികമായിട്ട് അത് റിയലൈസ് ചെയ്യും, എനിക്ക് ആ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് റിയലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ കെട്ടഴിച്ചു വിട്ടാലും ആ ഭക്ഷണം കഴിക്കാൻ നായ മുതിരുകയില്ല. കാരണം അതിനറിയാം അതിന് കഴിയുകയില്ല എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൽ അധിവസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ എന്നും ഇപ്പം സിദ്ധാർത്ഥൻ്റെ മരണവും ഇവിടെ വിവരിക്കപ്പെട്ട നിരവധി അനുഭവങ്ങളും ഒക്കെ കണ്ണിൽ കാണുമ്പോൾ പ്രതികരിച്ചിട്ടും കാര്യമില്ല, പ്രതികരിക്കാൻ കഴിയുകയില്ല. പ്രതികരിച്ചാൽ മാനിക്കുന്നതിനെക്കാട്ടിലും മാനിക്കുന്ന വ്യക്തികളല്ല, അത്രയ്ക്ക് പ്രബലരായിട്ടുള്ള എതിരാളികളാണെന്ന് പൂർണ്ണ ബോധ്യം വരുമ്പോൾ ആജ്ഞയ്ക്കനുസരിച്ച് ഇറങ്ങി പോകുക എന്നുള്ളതല്ലാതെ അത് കേരളത്തിൻ്റെ സൊസൈറ്റൽ കണ്ടക്റ്റിൽ, സോഷ്യൽ ബിഹേവിയറിൽ പ്രകടമായി കണ്ടുവരുന്നൊരു മാറ്റമാണ്. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിലും, ഡൽഹിയിലൊക്കെ 10-20 വർഷമായിട്ട് ജീവിക്കുന്ന എനിക്ക് പലപ്പോഴും പബ്ലിക് സ്പേസിൽ കാണാൻ കഴിയുന്നത് ഒരു ബൈസ്റ്റാൻഡർ എഫക്റ്റാണ്. ഒരാൾ വീഴുകയാണ് എന്നുണ്ടെങ്കിൽ ഓടിച്ചെന്ന് എടുക്കാൻ വരെയും ആൾക്കാർ മടിക്കും. പക്ഷേ കേരളത്തിൻ്റെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മെ വ്യത്യസ്തമാക്കിയിരുന്നത് അതിനുവേണ്ടി ആളുണ്ടാകും. ഒരു അനീതി കണ്ടാൽ തൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ചോദ്യം ഉയർത്തുവാൻ ധൈര്യം കാണിക്കുന്ന വ്യക്തികളെ കൊണ്ട് സമ്പന്നമായ ഒരു പൊതുസമൂഹമാണ് നമ്മുടേത്. പക്ഷേ എന്തു ചെയ്യാം, കാലാകാലങ്ങളായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കണ്ട് പ്രതികരിക്കുന്നവൻ അതിൻ്റെ ദുരിതഫലം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ അത്തരത്തിൽ പഠിപ്പിക്കപ്പെട്ട നിസ്സഹായതയുടെ ഒരു ഇരകളായി മാറിയതുകൊണ്ടാകാം ഇത്തരത്തിൽ ജനങ്ങൾ ആജ്ഞയ്ക്കനുസരിച്ച് നിയമവിരുദ്ധമായൊരു തിട്ടൂരത്തിനെ പിന്തുടർന്നുകൊണ്ട് ഇറങ്ങിപ്പോകാൻ സന്നദ്ധരായത്. ചെറിയ ദൂരമായതുകൊണ്ടല്ല, കേരളീയരുടെ പ്രതികരണ പരത എന്നുള്ളത് അനീതിക്കെതിരെയുള്ളതാണ്. അതിൻ്റെ കോൺസിക്വൻസിനെ മെഷർ ചെയ്തിട്ടല്ല. അങ്ങനെ എപ്പോഴും പ്രതികരിച്ചിരുന്ന സമൂഹം ഇത്തരത്തിൽ ആജ്ഞയ്ക്കനുസരിച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ അതൊരു ലിറ്റ്മസ് ടെസ്റ്റാണ്. എത്രത്തോളം നമ്മൾ ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ അധികാരികൾക്ക് വിധേയമായി യാത്ര ചെയ്യുവാൻ പഠിച്ചിരിക്കുന്നു. ആ ഒരു ലേണഡ് ഹെൽപ്ലെസ്നെസ് നമ്മൾ പ്രകടിപ്പിക്കുന്നതായിരിക്കാനേ വഴിയുള്ളൂ.